എൻ്റെ ശുശ്രൂഷകളുടെ അകത്ത് 14 കൊല്ലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദൈവം ഒരു സൈൻ ചെയ്ത് കൺകറൻസ് തന്ന് അമ്മ തന്നെ വന്ന് നേരിട്ട് ശുശ്രൂഷ പങ്കെടുത്ത്. അതാണ് ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ. സമൂഹ ആരാധന നടക്കുന്ന സമയത്ത് ആരാധനയുടെ ഇടയിൽ ആണ് ആരോ നിൽക്കണ പോലെ തോന്നിയപ്പോഴാണ് ഞാൻ തിരിഞ്ഞപ്പോഴാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 10:08. എനിക്ക് ആ പ്രത്യക്ഷീകരണത്തിലുള്ള ഭയങ്കരമായ കടുത്ത വിശ്വാസം എന്താണെന്നറിയാവോ? അതായത് നമ്മളൊരു മാതാവിനെ ജപമാലയും പിടിച്ച് പ്രത്യക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ ഉണ്ണീശനെ പിടിച്ച് നമ്മൾ സാധാരണ കാണുന്ന മാതാവിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പമുണ്ടല്ലോ, അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ കളർ പോലും മോശമാണ്. എന്താണ് സിൽവർ ഗ്രേയുടെ കളറാണ്. അപ്പോൾ ഈ കളറിൽ ഇങ്ങനെ സമയ ഘടികാരം ചാർത്തി അത് ക്ലോക്ക് വിമല ഹൃദയമാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. സഭയുടെ ഈ പ്രത്യക്ഷീകരണത്തിന് സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ക്ലോക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നിയമം, സഭാ നിയമം അതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പ്രദർശനത്തിന് അവിടെ വേറെ യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് വണങ്ങണത് ഇവിടെ വണങ്ങാൻ പറ്റത്തുള്ളൂ. കാര്യം ഇത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള വിമല ഹൃദയത്തിൻ്റെ രൂപമാണ്. പക്ഷേ കൃപാസന മാതാവിൻ്റെ ആകാര സൗഷ്ഠവത്തിലും നിറത്തിലുമാണ് രൂപീകരിച്ചിരിക്കുന്നത്. അമ്മ ഈ ബിംബത്തിലൂടെ തന്നെയാണ് നമ്മളെല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു കൃപയുടെ പ്രശ്നം അത് ബ്ലെസ്സിങ് അല്ല. മിന്നൽ പോലെ വന്ന് പൊലിഞ്ഞു പുയർത്തിയിടുന്ന് പിന്നെ ഇരുട്ട് കയറണതാണ് ബ്ലെസ്സിങ്സ്. മിന്നലില്ലേ, മിന്നൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ വെളിച്ചമാണ് മിന്നൽ. പിന്നെ ഇരുട്ടാണ്. അതാണ് സന്തോഷത്തിൻ്റെ പ്രശ്നം. ഒരു സന്തോഷം ഉണ്ടായി, ആ സന്തോഷം പെട്ടെന്ന് തീരും. ഏതെങ്കിലും നിലനിൽക്കുന്ന സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ അമ്മയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് തന്നെ മാറിപ്പോയി. എന്താ കാരണം? നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കുമ്പോഴൊക്കെ ചിലർ അതിനെതിരെ പറയുമ്പോൾ ഓ അങ്ങനെയാണാ, എല്ലാവരും വിശ്വസിക്കും. ദൈവത്തിൽ വിശ്വസിക്കാത്തവർ പിന്നെ ഇവിടെ വന്നിരിക്കുമോ? പക്ഷെ വിശ്വസിച്ചിട്ടിങ്ങനെ ജീവിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഗതികേട് വരുമ്പോൾ ആൾക്കാർ പറയും അത് കാര്യമില്ല, ഞാൻ ഉടമ്പടി എടുത്ത് 2 പുതുക്കുകയാണ്, ഇപ്പം ഇങ്ങനെ ഗതികെട്ട് ജീവിക്കുകയാണ്. അങ്ങനെയാണല്ലോ, അത്രയല്ല ഉടമ്പടി. അപ്പോൾ പിന്നെ ഉഴപ്പും. കാര്യം എപ്പോഴും നമുക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വിശ്വാസങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും പരീക്ഷണത്തിന് വിധേയമാണ്. നമുക്ക് വിശ്വാസം ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു നോൺ ഡിസ്റ്റർബൻറ്റ് ഏരിയ വിശ്വാസത്തിന് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാര്യം ദൈവം നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും ദൈവം പറയും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു ഗതികേട്. ഞാൻ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാലും ദൈവം പറയും നീ ആ പറയണതിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും. അപ്പോൾ എന്താണ് വിശ്വാസമില്ലാത്തത്? എനിക്ക് നീ വിശ്വാസം ഉണ്ടായിട്ടല്ലേ ഞാൻ ഇത്രയും നാൾ നിൻ്റെ പുറകെ നടക്കണത്. അതൊക്കെ ശരിയാണ്. നിനക്ക് ടെസ്റ്റ് വന്നാൽ നീ അപ്പം തന്നെ നീ ഇട്ടച്ചും പോകുമെന്ന് പറയും. അതുകൊണ്ടാണ് അതിജീവിത വിശ്വാസം എന്ന് പറഞ്ഞ് വേറെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്ത് അതിജീവിത വിശ്വാസം. ഈ വിശ്വാസത്തിലുള്ളവരിൽ കുറച്ച് പേര് ദൈവം ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റും. അതിജീവിത വിശ്വാസം എന്ന് പറയും. സർവൈവ്ഡ് ഫെയ്ത്ത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതിജീവിക്കാം വിശ്വാസം. 1 പത്രോസ് 1:7. 1 പത്രോസ് 1:7. അഗ്നിശോധനയെ അതിജീവിക്കുന്ന അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഊതിക്കാഴ്ച പൊന്നിനേക്കാൾ മൂല്യമുള്ളത് എന്താണ്? അഗ്നി പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അതാണ് അതിജീവിത വിശ്വാസം. ഓരോരുത്തരുടെയും ഭവനങ്ങളിലേക്ക് സഞ്ചരിച്ചെത്തുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം.
ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. കൈകളടിച്ചുകൊണ്ട് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നീ ആയിത്തീരും, തേനരുവി പോലായിത്തീരും. ഉറക്കെ നീ ആയിത്തീരും, തേനരുവി പോലായിത്തീരും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, അധിക ബലം നിന്റെ അസ്ഥികൾ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ.